ഇനി കച്ച കെട്ടുക. അത് കഴിഞ്ഞ് ഞാൻ വാളും പരിചയമെടുക്കും. പിന്നംഗം തല കൊയ്തിട്ടേ അടങ്ങൂ. ഇത്ര വോട്ടിന് എതിർകക്ഷിയായ ദേവികയെ പിന്നിലാക്കി പ്രൊഫസർ പ്രഭാവതി വിജയിച്ചു എന്നൊരു പ്രഖ്യാപനം വന്നിട്ടേ ഇനി വിശ്രമമുള്ളൂ. സത്യത്തിൽ ആന്റി ടിവിയിൽ വാർത്ത കണ്ടപ്പോ അവർക്കെന്തോ തെറ്റുപറ്റിയതാണെന്നാ തോന്നിയേ. ഞാനെന്തോ സ്വപ്നം കാണുവാണോന്ന് വരെ സംശയിച്ചു. ആന്റി, ഒരു വീട്ടില് 2 സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോ ആ 2 സ്ഥാനാർത്ഥികൾ ശരിയല്ല അല്ലേ? എങ്കിലും കൂട്ടുകാരോട് പറ പിന്മാറാൻ. ഞാൻ മാത്രം മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആന്റി? ഗൗരി ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഊഹിക്കാൻ പറ്റും. ദേവികയ്ക്ക് വേണ്ടിയല്ലേ ചോദിക്കുന്നേ? എനിക്ക് കേൾക്കണ്ട. എന്തു പറഞ്ഞാലും മനസ്സ് തളരുകയില്ല. KDF എന്ന വലിയൊരു മുന്നണി എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല ആത്മാർത്ഥമായിട്ട് നിറവേറ്റണം. അതിനിടയിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. ഹലോ. ആശംസകൾ പ്രൊഫസർ പ്രഭാവതി. ഞാൻ അരുന്ധതി. എന്റെ ഈ കോള് പ്രതീക്ഷിച്ചില്ല അല്ലേ? ആര് പറഞ്ഞു? ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കോളാ. എനിക്കറിയായിരുന്നു നീ വിളിക്കുമെന്ന്. എന്തായാലും പ്രഭാവതിയെ സമ്മതിച്ചിരിക്കുന്നു. തോൽക്കുന്ന ഉറപ്പായിട്ടും മത്സരിക്കുന്നു. അപാര ചങ്കൂറ്റം തന്നെ. പാവം, നിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ തോൽക്കുമെന്ന് തന്നെ കരുതിക്കോ. മറ്റാരെക്കാളും നിനക്കറിയില്ലായിരുന്നതി പ്രഭു ഒരു കാര്യത്തിന് ഒരുങ്ങിയിറങ്ങിയാൽ ലക്ഷ്യം സാധിച്ചേ തിരിച്ചു കയറുന്നു. തിരിച്ചു കയറിയോ? ആര്? നിന്റെ ഇറക്കം തുടങ്ങുക പ്രഭാവതി. നിന്നെ വലിച്ച് താഴെയിടാൻ പോവാ. എന്തായാലും നീ മത്സരിക്കാൻ ഒരുങ്ങിയത് നന്നായി. മുമ്പ് ഞാൻ കരുതിയിരുന്നത് ദേവികയെ ജയിപ്പിച്ച് നിന്നെ തോൽപ്പിക്കണമെന്നാ. ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമായി. നിന്നെ സമൂഹം മുഴുവൻ അറിയുന്ന രീതി തന്നെ തോൽപ്പിക്കാം. പക്ഷെ ഞാൻ തോൽക്കാൻ സമൂഹം കൂടി സമ്മതിക്കണ്ടേ? രാമപുരം VDFന്റെ കുത്തക സീറ്റാണെന്നുള്ളത് ഇത്തവണത്തെ വോട്ടെണ്ണൽ കഴിയുമ്പോൾ പഴങ്കഥയാവും. ഞാൻ MLA ആവും. രാമപുരം വൈകാതെ KDF കോട്ടയാവും. ഇതിനെയാ മനക്കോട്ട എന്ന് പറയുന്നത്. മനക്കോട്ട എത്ര ഉയരത്തിൽ വേണമെങ്കിലും കെട്ടാം. MLA ആവുന്നതിൽ നിർത്തണ്ട. പ്രധാനമന്ത്രി ആവുന്ന വരെയുള്ള സ്വപ്നം കാണാം. പ്രഭാവതി, ഈ മത്സരത്തിൽ നീ തോക്കും. അരുന്ധതിയാ പറയുന്നേ. ജയിക്കാനാ ഞാൻ മത്സരിക്കുന്നത്. ജയിക്കുക തന്നെ ചെയ്യും. റിസൾട്ട് അറിയുന്നതിന്റെ അടുത്ത നിമിഷം നിനക്കൊരു കോള് വരും. എന്റെ വിജയം അറിയിച്ചുകൊണ്ട് ഞാൻ തന്നെ വിളിക്കുന്നതാ. അതൊരു നിലവിളിക്കായിരിക്കും പ്രഭാവതി. ആ വിളിക്കാൻ ഞാൻ കാത്തിരിക്കുന്നേ. ആരാ കുഞ്ഞെ വിളിച്ചേ? തെരഞ്ഞെടുപ്പാവുമ്പോ സ്ഥാനാർത്ഥി തോറ്റു കാണാൻ ആഗ്രഹമുള്ള ചിലര് തുനിഞ്ഞിറങ്ങുമല്ലോ. അങ്ങനെ ഒരാളാ. പക്ഷെ കാര്യമാക്കുന്നില്ല. എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു. സന്തോഷിക്കേണ്ട സമയത്ത് പേടിക്കുന്നോ? അമ്മ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. വിളിച്ചത് മറ്റാരുമല്ല, അരുന്ധതിയാ. കുഞ്ഞേ, ചേച്ചി ചേച്ചി വേറെ കോളിലാ. ഒന്ന് കൊടുക്ക്. ആ, ഞാൻ കൊടുക്കാം. ശരി സർ.
ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. ഗൗരീച്ച വിളിക്കുന്ന. മോളെ ആ ഗൗരി. ദേവികെ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ അറിഞ്ഞു. ഞാനും അമ്മയും ചന്ദ്രത്തുണ്ട്. പ്രഭാന്റി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികള് ഒരു കുടുംബത്തിൽ നിന്ന്. കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ. ഇങ്ങനൊരു തീരുമാനം എന്തിനാണെന്ന് ആന്റിയോട് ചോദിച്ചപ്പോ ആന്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മയ്ക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും ഗൗരി. എന്നാലും ചന്ദ്രോത്തുനിന്ന് രണ്ട് സ്ഥാനാർത്ഥികള് അത് വേണ്ടായിരുന്നു. ചന്ദ്രോത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാവും ഗൗരി. എന്നുവെച്ചാ ഞാൻ മത്സരിക്കുന്നില്ല, പിന്മാറാൻ പോവാ. തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഉടൻ തന്നെ ഔപചാരികമായി അത് പാർട്ടിയെ അറിയിക്കും. ദേവിക, നീ അങ്ങനെയൊന്നും ചാടിക്കയറി തീരുമാനിക്കല്ലേ. ചാടിക്കയറിയുള്ള തീരുമാനമല്ല, ആലോചിച്ചിട്ട് തന്നെയാ. ചന്ദ്രോത്തിനെ ഒരു വിവാദ കേന്ദ്രമാക്കാൻ വയ്യ. ഞാൻ മത്സര രംഗത്തുണ്ടാവില്ല. ദേവികെ, സിദ്ധാർത്ഥൻ സാറാ നിന്നെ സ്ഥാനാർത്ഥിയാക്കിയ. സാറ് പറയുന്ന വേണം നീ അനുസരിക്കാൻ. അച്ഛൻ പറയുന്നതിന് എന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. അച്ഛനെ മറന്നുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ അപൂർവം ചിലപ്പോ നമ്മുടെ മനസാക്ഷിയുടെ തീരുമാനം അനുസരിച്ചും പ്രവർത്തിക്കണ്ടേ. പിന്നെ ഇതിൽ നന്ദുവിന്റെ അഭിപ്രായം അറിയണം. നന്ദൻ നിന്റെ കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണൂ. കാണും. എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നന്ദു കൂടെ നിൽക്കും. അല്ല, അത് ദേവികെ, സിദ്ധാർത്ഥൻ സാർ വന്നു, ഞാൻ വിളിക്കാം. ശരി ഗൗരി. പ്രഭ, പ്രഭ, താൻ എന്താ ഈ കാണിച്ചത്? എന്തു പറ്റി സിദ്ധു? എന്ത് പറ്റിയെന്നോ ഒന്നും അറിയില്ലല്ലേ? ഭാർഗവിയും ഗൗരി എന്താണ് ഇങ്ങോട്ട് വന്നത്? വാർത്ത അറിഞ്ഞല്ലേ നിങ്ങൾ വന്നത്? ഞാൻ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ സിദ്ധു ഈ പറഞ്ഞു വരുന്നത്? അതെ സിദ്ധു, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാന്ന് വെച്ചു. പ്രഭ, റിട്ടയർ ചെയ്തിരിക്കുകയല്ലേ, മകളുടെ വിവാഹവും കഴിഞ്ഞു, മറ്റുത്തരവാദിത്തങ്ങളും ഒന്നുമില്ല. വീട്ടിലെന്തിനും ചൊറിയും കുത്തിയിരുന്ന് ബോറടിക്കണം. കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ആവാമെന്ന് കരുതി. മരിക്കുമ്പോ 10 റീത്ത് കൂടുതൽ കിട്ടും. ആചാരവെടി ഉണ്ടാകും, അനുശോചന സമ്മേളനങ്ങളുണ്ടാവും. ചില്ലറ കാര്യമാണോ? പിന്നെ MLA ആയാൽ പേഴ്സണൽ സ്റ്റാഫിൽ ആളെ വെക്കാം. ഭാർഗവിക്ക് ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ചു കൊടുക്കാമല്ലോ. ആജീവനാന്ത പെൻഷൻ, സർക്കാർ ചെലവിൽ ചികിത്സ, വിദേശത്തേക്കോ സ്വദേശത്തേക്കോ യാത്രാബത്ത. അങ്ങനെ അനന്ത സാധ്യതകളല്ലേ. അതൊക്കെ വെറുതെ കളയണോ? അമ്മേ, വാർത്തയിൽ വരുന്നേക്ക് സത്യമാണോ? ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഓരോരുത്തരും വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ മറുപടി പറഞ്ഞ് ക്ഷീണിക്കും. ആങ്ങളെവിടെ? അവനെ കൂടെ വിളിച്ചു വരുത്ത്. എല്ലാവരും ചുറ്റും നിൽക്ക്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാ മതിയല്ലോ. പ്രഭ, എനിക്ക് അറിയേണ്ടത് പറ, എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത്? സിദ്ധു, വാർത്തകളിൽ കാണുന്നത് സത്യമാണ്. പ്രൊഫസർ പ്രഭാവതി എന്ന ഞാൻ രാമപുരം മണ്ഡലത്തിൽ KDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ചിഹ്നം അനുവദിച്ചു കിട്ടിയിട്ടില്ല. വൈകാതെ നോമിനേഷൻ കൊടുക്കും, പ്രവർത്തനവും തുടങ്ങും.
കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയാണ് ഏറ്റവും വലിയ പിന്തുണയെന്നറിയാലോ. നിങ്ങൾ ഏവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുക. പ്രസംഗം കഴിഞ്ഞോ? ഹ? ഞാൻ കാര്യം പറഞ്ഞത് സിദ്ധുവിന് പ്രസംഗമായിട്ടാണോ തോന്നിയത്? എങ്കിൽ ഞാൻ ജയിച്ചു. എനിക്ക് പ്രസംഗ പരിപാടികളുടെ ഉദ്ഘാടനം വീട്ടിൽ തുടങ്ങാൻ പറ്റില്ലോ. മതി, ഇനി ഞാൻ പറയാം. താൻ എത്രയും പെട്ടെന്ന് പാർട്ടി നേതാക്കളെ വിളിക്കണം. മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു അറിയിക്കണം. പത്രസമ്മേളനവും വിളിക്കണം. രജനി, അച്ഛനിത് എന്തൊക്കെയാ പറയുന്നേ? ഭാർഗവി, നിങ്ങളുടെ സിദ്ധാർത്ഥൻ സാറിന് എന്തു പറ്റി? ഭാര്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതറിഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്നാ ഞാൻ കരുതിയത്. നിന്റെ കൂടെ ഞാനുണ്ട്, തെരഞ്ഞെടുപ്പിൽ നീ ജയിക്കണം എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതി. ദാ ഇപ്പൊ പത്രസമ്മേളനം നടത്തണമെന്ന്, പിന്മാറണമെന്ന്. തന്റെ പരിഹാസമൊക്കെ കൈവച്ചിരുന്നാ മതി. പ്രഭ, വിവേകത്തോടെ ചിന്തിക്കണം. താൻ വിചാരിക്കും പോലെ ഒരു വീടിനുള്ളിൽ അവസാനിക്കുന്ന പ്രശ്നമല്ല ഉണ്ടാവാൻ പോകുന്നത്. ഒരു വീട്ടിൽ 2 സ്ഥാനാർത്ഥികളോ? അതൊരു നേട്ടമല്ലേ? 2ൽ ഒരാൾ ജയിക്കില്ലേ? വീട്ടിലൊരു MLA ഉറപ്പായില്ലേ? താൻ മനപ്പൂർവ്വം തന്നെ കൊച്ചാക്കാണല്ലേ? അല്ലേ? സിദ്ധുവിനെ വിട്ടേക്ക്, എന്നെ തല്ലിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, ഇതുവരെ ഉള്ളതുപോലെയല്ല. ഇപ്പൊ തല്ലിയാൽ അടുത്ത നിമിഷം അത് വാർത്തയാ. ഇനി അത് വീട്ടുവഴക്കല്ല, രാഷ്ട്രീയ പോരായിരിക്കും. ഇടപെടാൻ പുറത്തുള്ളവരും എത്തും. അമ്മ ഇതെന്താ പറയുന്നത്? അമ്മയ്ക്ക് ഇതിന്റെ സീരിയസ്നെസ് വ്യക്തമായിട്ട് അറിയാം. അമ്മ ഒരു വാശിക്ക് ചാടി ഇറങ്ങിയതല്ലേ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. KDF-കാർ കൃത്യമായ സ്ഥാനാർത്ഥിയെ കിട്ടാതെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാ പ്രഭ അങ്ങോട്ട് പോയി വിളിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ സീറ്റ് തരാമെന്ന് അങ്ങോട്ട് പറഞ്ഞല്ലേ. KDF-ന് ഇരട്ടി സന്തോഷമായി. മത്സരിക്കാൻ കൃത്യമായ ഒരാളെ കിട്ടി. ആ ആളാണെങ്കിൽ VDF കുടുംബത്തിലുള്ള ആളും. VDF സ്ഥാനാർത്ഥിയുടെ അമ്മായിയമ്മ. അവർക്ക് ആലോചിക്കാനൊന്നുമില്ല, അവർക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല. അമ്മേ, ഈ സാഹചര്യത്തിൽ മത്സരിക്കുന്നത് ശരിയാണോ? അമ്മ എന്തായാലും മത്സരിക്കാൻ പാടില്ല. അച്ഛൻ പറയുന്ന അനുസരിക്കണം. ഇങ്ങനെയുള്ള പുരുഷാധിപത്യത്തിനെതിരെ കൂടിയാണ് എന്റെ മത്സരം. 25 വയസ്സ് തികഞ്ഞ ആർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാം. സിദ്ധു മത്സരിച്ചപ്പോ ഞാൻ തടഞ്ഞു. തിരിച്ചിങ്ങോട്ടും അതേ പരിഗണന തരണം. പിന്നെ ദേവിക മത്സരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ അതനുസരിക്കാത്തവർക്ക് എന്നെ അനുസരിപ്പിക്കാനും യോഗ്യതയില്ല. ഒരുപാട് ഒരുക്കങ്ങൾക്ക് ശേഷവും വീട്ടുകാർ സമ്മതിച്ചിട്ടൊക്കെയാ ദേവിക മത്സരത്തിന് ഇറങ്ങിയത്. തീരുമാനങ്ങളായ ശേഷമാ താൻ എതിർത്തത്. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. ഇതങ്ങനെ അല്ല. താൻ വിചാരിച്ചാൽ ഇന്ന് പിന്മാറാം. വിചാരിച്ചാലല്ലേ? വിചാരിക്കുന്നില്ല. ഞാൻ പിന്മാറില്ല. ഉറപ്പിച്ച് തീരുമാനിച്ച മത്സരിക്കാൻ ഇറങ്ങിയത്. ആര് നിർബന്ധിച്ചാലും നടക്കാൻ പോകുന്നില്ല. ഞാൻ മത്സരിക്കും, വിജയിക്കും. അച്ഛാ,
മാധവേട്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മാധവേട്ടൻ ഇപ്പൊ ചന്ദ്രത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ? പ്രഭാവതിയോട് സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നം വഷളാവുമല്ലേ ഉള്ളൂ. ഹേ, എന്നാലും എന്താണെന്ന് അറിയണ്ട രാധികെ. അച്ഛൻ പോയി സംസാരിക്കണം. നന്ദേട്ടനും അമ്മയും കൂടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയണമല്ലോ. എടി നീ രാധികെ, നോക്കാം. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അല്ല, ഗിരീഷേ, ചന്ദ്രത്തേക്ക് പോകാറങ്ങിയായിരിക്കും അല്ലേ? ആ, ഇവിടെ ഇരുന്നിട്ടൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. എന്നാ ഇപ്പോ അവിടേക്ക് പോകണ്ടെന്നാ ഞാൻ പറയൂ. അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ. മാധവേട്ടനിപ്പോ അങ്ങോട്ട് പോകണ്ട. മേഡം മത്സരിക്കുന്ന വാർത്ത അറിഞ്ഞ് അത് ഞാൻ അവിടേക്കാ പോവേണ്ടിയിരുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാ മേഡം. പക്ഷേ ഞാൻ ഇങ്ങോട്ടാ വന്നത്. ദേവികയെ എനിക്ക് ആദ്യം കാണേണ്ടത്. ഞാൻ നോമിനേഷൻ പിൻവലിക്കാൻ പോവാ ഗിരീഷേട്ടാ. ഇതായിരിക്കും ദേവികയുടെ തീരുമാനമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാ ദേവികയെ കാണാൻ ഞാൻ വന്നത്. ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്ന് പറയാൻ. ദേവിക പിന്മാറരുത്. മാധവേട്ടന്റെ ചേച്ചിയുടെയൊക്കെ അഭിപ്രായം തന്നെ ആയിരിക്കുമല്ലോ. സത്യം പറഞ്ഞാ ഞങ്ങളാകെ അന്താളിച്ച് നിൽക്കുക. ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതെ, അതാണ് സത്യം. ഒരന്താളിപ്പും വേണ്ട. ദേവിക മത്സരിക്കണം. അമ്മയോട് ഞാൻ മത്സരിക്കണമെന്നോ? ഗിരീഷേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യ. ഞാൻ മാറുക ഗിരീഷേട്ടാ. അമ്മ തന്നെ മത്സരിക്കട്ടെ, ജയിക്കട്ടെ. എനിക്കും അതാ സന്തോഷം. ദേവിക, വൈകാരികമായി തീരുമാനമെടുക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ദേവിക ഇപ്പൊ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാ. അങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഗിരീഷേട്ടാ. ഞാനാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞിട്ടാണല്ലോ അമ്മ മത്സരിക്കാൻ ഇറങ്ങിയത്. അതായത് രണ്ടും കൽപ്പിച്ച അമ്മ നിൽക്കുന്നത്. ഞാൻ മാറിക്കൊടുക്കുന്നതാ മര്യാദ. ദേവികയാണ് മറുവശത്തെന്ന് അറിഞ്ഞിട്ട് മേട ഇറങ്ങുന്നത് കൊണ്ടാ ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. മേഡത്തിനെതിരെ മത്സരിക്കുന്നു എന്ന് വെച്ചിട്ട് ദേവിക മേഡത്തിന്റെ ശത്രുവാണോ? അല്ലല്ലോ. ദേവികയുടെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ട സകല മര്യാദയും ബഹുമാനവും തുടർന്നുണ്ടാവില്ലേ? രാഷ്ട്രീയ ആശയങ്ങളിലായിരിക്കും നിങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നത്. എതിർ സ്ഥാനാർത്ഥികളാണെന്ന് വെച്ച് ഉറക്കെണീക്കുന്നത് പോലെ രാഷ്ട്രീയം പറഞ്ഞ് അടിയുണ്ടാക്കാൻ പോവാണോ നിങ്ങള്? അല്ലല്ലോ. ഇല്ല ഗിരീഷേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കുടുംബജീവിതം നഷ്ടപ്പെടുത്താൻ വയ്യ. കുടുംബം നഷ്ടപ്പെടുത്തലോ? എന്റെ ദേവിക, പാർട്ടിക്ക് വേണ്ടി ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ഓരോ സംഘടനയിലും. അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടത്തിനേക്കാൾ വലുതല്ലല്ലോ ഒരേ വീട്ടിൽ നിന്നും രണ്ടുപേർ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം. ചേച്ചി മത്സരത്തിൽ നിന്ന് പിന്മാറിയ അത് ചേച്ചിയുടെ ജീവിതത്തിന്റെ തോൽവിയാവും. പലപ്പോഴും പിന്മാറിയും വഴിമാറിയും കൊടുത്തിട്ടാ ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നേ. ശരി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ശാരിക പറഞ്ഞ സത്യമല്ലേ? ഞാനൊരു കാര്യം തുറന്നു പറയാം. എന്നെ സംബന്ധിച്ച് എനിക്കിനി പ്രധാനം മേഡത്തിന്റെ വിജയമാ. മേഡത്തിന് വേണ്ടി എന്റെ പ്രവർത്തനം വൈകാതെ തുടങ്ങുകയും ചെയ്യും. അവിടെ എനിക്ക് മേഡം രജനിയുടെ അമ്മയോ ദേവികയുടെ അമ്മായിയമ്മയോ ഒന്നുമല്ല. എന്റെ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാ. മേഡത്തിലൂടെ എന്റെ പാർട്ടിക്ക് എന്തെങ്കിലും പോറലുണ്ടായ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർക്ക് അത് സഹിക്കാൻ പറ്റില്ല. ദേവികയും ദേവികയുടെ പാർട്ടിക്കാരെ വേദനിപ്പിക്കരുത്. നേതാക്കളുടെ തെറ്റായ രീതികളിൽ തളർന്നു പോകുന്നത് പാർട്ടി വിശ്വാസികളാ. കുറച്ചു ദിവസം കൊണ്ട് തന്നെ സിദ്ധാർത്ഥ സാറിന്റെ പാർട്ടിക്കാർക്ക് ദേവിക ഒരു വലിയ പ്രതീക്ഷയായി മാറിയിട്ടുണ്ട്. ആ പ്രതീക്ഷ കെടുത്തിയാ അവരെങ്ങനെ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. ദേവിക, ഈ കാലഘട്ടത്തിലെ പെണ്ണിന്റെ പ്രതിനിധിയായിട്ട് ചിന്തിച്ചാൽ മതി ദേവിക. പിന്മാറ്റമല്ല, മുന്നേറ്റമാണ് വേണ്ടത്.